യമനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കുവൈത്ത്. ഇസ്രയേൽ ആക്രമണം മേഖലയിലെ സുരക്ഷാ സ്ഥിതി വഷളാക്കുമെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുകയും ചെയ്തുവെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന്റെയും നാശത്തിന്റെയും അന്തരീക്ഷത്തിൽ നിന്ന് പ്രദേശത്തെയും ജനങ്ങളെയും അകറ്റേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി. സംഘട്ടനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനോടും ആഹ്വാനം ചെയ്തു. യമനിൽ സുരക്ഷയും സുസ്ഥിരതയും സ്ഥാപിക്കാനും ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും കുവൈത്തിന്റെ പിന്തുണയും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യമനിലെ ഇസ്രയേൽ ആക്രമണത്തിന് സൗദിയുടെ വ്യോമപാത തുറന്നുകൊടുത്തിട്ടില്ല എന്നും സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി പറഞ്ഞു. സൗദിയുടെ വ്യോമപാതയിലൂടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്ക് ഇടെയാണ് വിശദീകരണം. യമനിലെ ആക്രമണം മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് മുടക്കം വരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രയേലിലേക്ക് നടത്തിയ ഹൂതികളുടെ ആക്രമണത്തിന് പിറകെ യമനിലെ ഹുദൈദയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു. ഇസ്രയേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത്. ഇസ്രയേലിന് സൗദിയുടെ വ്യോമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം. ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം വന്നത്. ഇസ്രയേൽ ഗാസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം സൗദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്നു നൽകിയിട്ടില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. യമനിലെ ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. യമനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൗദിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും യമനിലെ ഹൂതികൾ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയയിൽ ഇസ്രയേലിന് സൈനിക താവളമുണ്ട്. യമനിലെ ആക്രമണം ഇസ്രയേലിന്റെ എരിത്രിയയിലെ സൈനിക താവളത്തിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് എങ്കിലും ഇതിന് സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ലോകത്ത് ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ ഞങ്ങളുടെ കൈകൾക്ക് നീളമുണ്ട് എന്ന് യമനിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെല്ലുവിളിച്ചു. ഇസ്രയേലിനെ ആരാക്രമിച്ചാലും അവരുടെ രാജ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചുവെന്ന് UN മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ കപ്പലിന് ഹൂതികൾ വെടിവെക്കാൻ ഉപയോഗിച്ച തുറമുഖമാണ് കത്തുന്നത്. യമനിലേക്ക് ഇസ്രയേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അറബ് മേഖല. ഇത് ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രയേൽ പോർ വിമാനങ്ങൾ എത്തുന്നതും അവിടെ ഒരു മാരകമായ യുദ്ധം നടത്തുന്നതും. അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായിട്ടുണ്ട്. കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ യുഎസിലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ തെൽ അവീവ് വിമാനത്താവളത്തിൽ നിന്ന് ആയിരങ്ങളുടെ പ്രതിഷേധമാണ് ഉയർന്നത്. ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ 64 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 38,989 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 ലബനാൻ സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.